ജീവജലം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 1 മക്കബായർ 2:61. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സെഗിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കബായരുടെ 1-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 61-ാമത്തെ തിരുലിഖിതമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. വചനം പഠിപ്പിക്കുന്ന കാര്യം എങ്ങനെയാണ്? തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിൽ ഗ്രഹിക്കേണ്ട ഒരു സംഗതി. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ ചുമ്മാ അങ്ങോട്ട് കേട്ടു പോകല്ല, അത് മനസ്സിൽ അങ്ങോട്ട് സ്വീകരിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതങ്ങ് ഗ്രഹിച്ച് ഉള്ളിലേക്ക് ഇറങ്ങേണ്ട ഒരു സംഗതിയാണ് കർത്താവ് പറയാണ്. അതെന്താണ്? തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ആരും അശക്തരാവുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അശക്തരാവുകയില്ല എന്ന് പറയുന്ന സംഗതി തലമുറ തലമുറയായി അബ്രാഹം മുതൽ ഇങ്ങോട്ട് നമ്മൾ വരെ തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്നത് സത്യമാണ്. ആ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെയോ ചില പ്രത്യേക തടസ്സങ്ങളിലൂടെയോ ചില തകർച്ചകളിലൂടെയോ ഞെരുക്കുന്ന അനുഭവങ്ങളിലൂടെയോ കൃഷ്ണമാർഗങ്ങളിലൂടെയോ പരിശീലിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അയക്കുമ്പോൾ സാത്താൻ ചില പീഡകളിലൂടെ കടത്തിവിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ദൈവ പൈതൽ അശക്തരാകാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ ഒന്ന് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഉണ്ടാവും. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഇനി ഒരിക്കലും നിനക്കൊരു സൗഖ്യം കിട്ടിയല്ല. ചിലപ്പോ ലോകത്തിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, നീ ജന്മത്തെ നന്നാവില്ല. ചിലപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇനി മുമ്പോട്ട് യാതൊരു മാർഗമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതലേ, പക്ഷെ നിന്റെ കയ്യിൽ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നുണ്ടോ? ആ വിശ്വാസം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതിനോടിപ്പിക്കുകയാണ്, ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആരും ഇന്ന് അവർ അശക്തരായിട്ടില്ല, അശക്തരാവുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് ഇത് വ്യക്തമാക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എൻ്റെ പേര് അന്നാമ. ഞാൻ ഒലിവ് മാവുണ്ട് ഇടവകയെന്നാണ് വന്നേക്കുന്നത്. അതെവിടെയാ? സ്ഥലം എവിടെയാ? അങ്കമാലി കഴിഞ്ഞ് മൂക്കുന്നൂര്. അങ്കമാലി ഭാഗത്തു നിന്നാണ് അന്നമ്മ ചേച്ചി സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. പറഞ്ഞു. 15 വർഷമായിട്ട് അലർജി രോഗമായിട്ട് എൻ്റെ ശരീരം മുഴുവനും ഉള്ളംകാല് മുതൽ പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ പല ആസ്പത്രികളിലും പോയി ഡോക്ടർമാരെ കണ്ടിട്ട് പറഞ്ഞു, ഇത് മാറില്ല, ഇത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് മാറാ രോഗമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ എന്നെ ഉപേക്ഷിച്ചു. അവസാനം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ അട്ടപ്പാടിയിൽ ധ്യാനമുണ്ട്, ഞാൻ ഒന്ന് പോക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു, നീ ഇവിടെ പള്ളിയിൽ തോമാശ്ലീഹായുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, ലോകം മുഴുവനും ഓടി നടക്കണ്ട. അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് അങ്ങനെ പറഞ്ഞ് എനിക്കപ്പോ വിഷമായി. എന്താ പറഞ്ഞു? ഇവിടുത്തെ പള്ളിയിൽ പ്രാർത്ഥിച്ചാൽ മതി. അതെ, ഇവിടുത്തെ പള്ളിയിൽ തോമാശ്ലീഹായുടെ അടുത്ത്. തോമാശ്ലീഹായുടെ നാമത്തിലുള്ള പള്ളിയാണ്. അതെ, തോമാശ്ലീഹായുടെ നാമത്തിൽ. പിന്നെ എന്നോട് ഇങ്ങനെ 5-6 ദൈവമൊന്നുമില്ല, ഇവിടെ നീ ദിവസവും പള്ളിയിൽ പോകണ്ടില്ല, തമ്പുരാനോട് ഇവിടെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കൂന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു. അപ്പൊ എനിക്ക് വിഷമായി. പിറ്റേ ദിവസം തുടങ്ങി എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. ചോരയും ചിലവായിട്ട് കാല് 2 മുട്ടിനാല് കിഴപ്പോട്ട് കയ്യും പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയ ഒരാളെൻ്റെ ഇടവകയിലുള്ളത് എൻ്റെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരവും കാലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ മോനോട് പറഞ്ഞു, നീ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോയാൽ ഞാൻ ഈ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ തരാം,
അത് കൊണ്ടുവന്ന് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ പോയി വെളിച്ചെണ്ണ മേടിച്ചു കൊണ്ടുവന്നു. വെളിച്ചെണ്ണ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാനത് എൻ്റെ ശരീരത്തൊക്കെ പെരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കൊന്ത ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവിനോട്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ കർത്താവ് സുഖപ്പെടുത്തി. യേശുവേ കംപ്ലീറ്റ് മാറി. അത് തലേദിവസം രാത്രി പുരട്ടി പിറ്റേ ദിവസം ഒന്നുമില്ല, കംപ്ലീറ്റ് ഉണങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, 15 വർഷമായിട്ട് ശരീരം മുഴുവൻ പൊട്ടി ഒഴുകുന്നത് പോലത്തെ ഒരു അലർജിയുടെ ബുദ്ധിമുട്ട്. അപ്പോൾ പല ഹോസ്പിറ്റലിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു അല്ലേ? ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി, ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. പറഞ്ഞു ഇത് മാറാ രോഗമാണ്, ഇത് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അട്ടപ്പാടിയിൽ പോയി ഇവിടെ സഖിയോൻ വന്നിട്ട് ധ്യാനം കൂടെ നമുക്ക് ഒരു ആഗ്രഹം. അപ്പോൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലോട് പറഞ്ഞു അതിപ്പോൾ അവിടെയും പ്രാർത്ഥിച്ചു ഇവിടെ പ്രാർത്ഥിച്ചു ഒരേ ദൈവം തന്നെ. പിന്നെ എന്താ അതിപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറയുന്ന ഒരു സംഭവമാണത്. എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്ന ഓരോ മേഖലകൾ നമ്മൾ പ്രാർത്ഥിക്കും. ഓരോ തീർത്ഥാടകരെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ വിശുദ്ധനാട് കാണാൻ പോകണു, അല്ലെങ്കിൽ മലയാറ്റൂർ പോകണു എന്ന് പറഞ്ഞതുപോലെ ധ്യാനം കൂടുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായി ചില ഇടപെടലുണ്ടാവും. എന്തായാലും അമ്മച്ചിക്ക് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ശരിക്കും ധ്യാനം കൂടി അപ്പോൾ ഇത് അമ്മച്ചിയുടെ വിഷമം അറിഞ്ഞിട്ടാണ് കാണാൻ വേണ്ടി. പുകച്ചിലും വേദനയും അല്ല, ഇത് വിഷമം അറിഞ്ഞിട്ടാണ് മറ്റേ ആൾക്കാർ കാണാൻ വേണ്ടി വന്നത്. അല്ല, എനിക്കിങ്ങനെ പാടില്ല. ഞാൻ ഇങ്ങനെ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് എനിക്ക് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ആള് ഞാൻ ഇങ്ങനെ ഒഴിവ് പറഞ്ഞപ്പോ എന്നെ കാണാനായിട്ട് നോക്ക സഹോദരൻ. അപ്പൊ ധ്യാനം കഴിഞ്ഞ് വന്ന ആള് ഈ അമ്മച്ചി കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന്. അപ്പോൾ ഈ കാര്യം പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ചെയ്യാം, മോനെ കണ്ട് പറഞ്ഞു വിടെ വെഞ്ചിരിച്ച എണ്ണ അട്ടപ്പാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മച്ചി വെഞ്ചിരിച്ച എണ്ണ ഉപയോഗിച്ച് അങ്ങ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കംപ്ലീറ്റ് അലർജി മാറി. ഇപ്പൊ എത്ര നാളായി ഇത് മാറിയിട്ട്? ഈ മാർച്ച് 15-ാം തീയതിയാണ്. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ നേരം വെളുത്ത് എട്ടപ്പോ തന്നെ നോക്കിയപ്പോ എന്റെ ശരീരം ഒക്കെ ഉണങ്ങിയിരിക്കുന്നു. നേരം വെളുത്തൊക്കെ ശരീരം മുഴുവൻ ഉണങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായ കർത്താവ് അനുഗ്രഹിച്ച സഹോദരങ്ങളെ, കൈയടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, കർത്താവിൽ നിരന്തരമായി വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. ആ വിശ്വാസത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറയെ പാരമ്പര്യമായി നമുക്ക് പകർന്നു കയറിയിരിക്കുന്ന വിശ്വാസത്തിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാനുള്ള ഒരു അഭിഷേകം തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേരുന്ന കാര്യങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അതിരവ് ഹൃദയം ഒന്നുപോലെ തുറന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവായ ദൈവമേ, വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിലേക്ക് വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ മുഖം കിടക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വലിയ പ്രത്യാശയുടെ കിരണങ്ങൾ നിറയട്ടെ, വലിയ വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഓ കർത്താവേ, രോഗികളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മനസ്സ് തകർന്നിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഓ കർത്താവ്, ആത്മാവിന്റെ ചങ്ങലകളുള്ളവരുടെ മേൽ യേശുവിന്റെ വചനത്തിന്റെ, യേശുവിന്റെ നാമത്തിന്റെ, യേശുവിന്റെ തിരുരക്തത്തിന്റെ, യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവ് ദൈവമേ, വചനം ഗ്രഹിക്കാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടുന്നു. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണമേ, 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 ഓ പരിശുദ്ധാത്മാ വ്യാപരിക്കണമേ. ഹൃദയത്തിന്റെ കാഠിന്യം മാറട്ടെ, മാംസമായ ഹൃദയം ലഭിക്കട്ടെ, ഓരോരുത്തരും വലിയ ക്രമ കൊണ്ട് നിറയട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വ്യഗ്രത കൊണ്ട് നശിക്കരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഗ്രത കൊണ്ട് നശിക്കരുത്. ഈ ലോകത്തിലുള്ള പലതിനും നമ്മെ നശിപ്പിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് മദ്യപാനം കൊണ്ട് നശിക്കരുത്, പുകവലി കൊണ്ട് നശിക്കരുത്, വ്യഭിചാരം കൊണ്ട് നശിക്കരുത്. ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിലും ദൈവഗത പ്രകാരമല്ലാത്ത ഓരോ തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടി നീ നശിക്കരുത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മളെ നശിപ്പിക്കാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറയുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വ്യഗ്രത. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 34-ാം തിരുലിഖിതം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 21 വേഴ്സ് 34. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരുക്കമുള്ളവരായിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തിരുവചന ഭാഗമാണ്. അതിന് തലക്കെട്ട് തന്നെ ജാഗരൂകരായിരിക്കുവൻ എന്നാണ് അതിന്റെ തലക്കെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ വചനഭാഗം വ്യാഖ്യാനിക്കാൻ വേണ്ടി അല്ല തുനിയുന്നത്, മറിച്ച് ഇതിനകത്ത് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ 3 പാപങ്ങൾ ലിസ്റ്റ് നിങ്ങളിത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ 3 പാപങ്ങളാണ് സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് മദ്യാസക്തി വളരെ ഗൗരവമുള്ള പാപമാണെന്ന് നമുക്കറിയാം. സംശയമുണ്ടോ? സംശയമില്ല. സുഖലോലപത വളരെ ഗൗരവമുള്ള പാപമാണെന്ന് നമുക്കറിയാം. എന്നാൽ സഹോദരങ്ങളെ, ഈ ജീവിത വ്യഗ്രത അത്ര ഗൗരവമുള്ള പാപമാണോ? അല്ല, ചിന്തിച്ചു നോക്കിയേ. സുഖലോലപത വെച്ച് നോക്കുമ്പോൾ, മദ്യാസക്തി വെച്ച് നോക്കുമ്പോൾ ജീവിത വ്യഗ്രത അത്ര ഗൗരവമുള്ള പാപമാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്, മദ്യാസക്തി പോലെ സുഖലോലപത പോലെ ഗൗരവമുള്ള പാപമാണ് ജീവിത വ്യഗ്രത. മദ്യാസക്തി പോലെ സുഖലോലപത പോലെ നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിവുള്ള സംഗതിയാണ് ജീവിത വ്യഗ്രത. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, വ്യഗ്രത കൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. പല വിധത്തിൽ വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്താം, പലവിധ വ്യഗ്രതകൾ നമ്മളെ കീഴ്പ്പെടുത്തി കളയാം. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഒരു ഇടവക പള്ളിയില് ഒരു ഇടവക ധ്യാനത്തിന് വേണ്ടി ചെന്ന്. അങ്ങനെ ഇടവക ധ്യാനത്തിന് വേണ്ടി ചെന്ന സമയത്ത് അവിടെ 1-2 വീടുകൾ പോയി പ്രാർത്ഥിക്കണമെന്ന് വികാരിച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വികാരിച്ച നിർദ്ദേശപ്രകാരം ഞാൻ 1-2 വീടുകൾ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കമ്മിറ്റിക്കാരൻ്റെ കൂടെ നടന്നു പോവാണ്. അപ്പോൾ ഒരു ഇടവഴി കൂടെയാണ് നടന്നു പോണത്. കമ്മിറ്റിക്കാരൻ ഫ്രണ്ടിൽ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെട്ടെന്ന് കമ്മിറ്റിക്കാരൻ നിന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛാ ആ ചേട്ടത്തെ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഏത് ചേട്ടത്തി? അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം, ആ പറമ്പിൽ പശുവിന് പുല്ല് ചെത്തി മേടിക്കുന്ന ചേട്ടത്തി. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി അവിടെ കുനിഞ്ഞിന്ന് അരോളം പിടിച്ചുകൊണ്ട് പശുവിന് പുല്ല് ചെത്തിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വാ ആ ചേട്ടത്തി ഞാൻ കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ അച്ഛാ ഈ ചേട്ടത്തി എന്ത് ചെയ്താൽ പള്ളി വരികയല്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് വരില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരില്ല, പിന്നെ ധ്യാനത്തിന് വെച്ചാൽ വരികയല്ല, ഇപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിന് വന്നിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ്, അച്ഛാ ചുമ്മാ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ചേട്ടനെ വിശ്വസിച്ച് ഈ ചേട്ടത്തി ഒന്ന് വിളിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വിളിയായിരുന്നു. പിന്നെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല.
ഞാൻ വിളിച്ച ചേട്ടത്തി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, പിന്നെ പശുവിന് പുല്ലൊക്കെ ചെന്ന് നടന്നാൽ മതിയോ, ധ്യാനമൊക്കെ തുടങ്ങി വള്ളിയില്ലേ, പ്രാർത്ഥനയ്ക്കൊക്കെ വരണ്ടേ, ഇത്ര ഞാൻ ചോദിച്ചുള്ള സഹോദരങ്ങളെ. ഈ ചേട്ടത്തി അവിടെ നിന്ന് അരിവാളും പിടിച്ചു നിവർന്നിട്ട് ഒരു ചോദ്യം എന്നോട്, പശുവിന്റെ പുല്ല് പിന്നെ അച്ഛൻ വന്ന് ചെത്തുവോ? ഞാൻ ഒന്നും മിണ്ടാതെ കുരിശ് വരച്ച് അവിടെ നിന്ന് വിട്ടുപോയി. ഇതിനെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് ജീവിത വ്യഗ്രത. പശു ഉള്ളവന് പശുവിന്റെ കാര്യം വ്യഗ്രതയാണ്, ബിസിനസ് ഉള്ളവന്റെ ബിസിനസിന്റെ കാര്യം വ്യഗ്രതയാണ്, ജോലിയുള്ളവന് ജോലി വ്യഗ്രതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന വ്യഗ്രതകൾ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. നീ ഏത് ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയാണോ നീ ഇത്രമാത്രം വ്യഗ്രത എടുക്കുന്നത്, ആ വ്യഗ്രത തന്നെ നീ പടുത്തുയർത്തുന്ന കാര്യത്തെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയാണ് വ്യഗ്രതപ്പെടുന്നത്, ആ വ്യഗ്രത തന്നെ നീ ആ പടുത്തുയർത്തുന്ന സംഗതിയെ നശിപ്പിച്ചു കളയുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഈ വ്യഗ്രതകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിന് നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഉദാഹരണം നിങ്ങൾക്ക് തന്നെ ബൈബിളിൽ അറിയാം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം വെളിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ മർത്തായുടെ മറിയത്തിന്റെ വീട്ടിൽ കർത്താവ് ചെന്നിരിക്കുകയാണ്. അവിടെ ഇപ്പം എന്താ വിഷയം? കർത്താവ് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ മറിയത്തിനുണ്ട്, മർത്തായിക്കുണ്ട്. എന്നാൽ എന്താ ചെയ്ത്? മറിയം പറഞ്ഞ അടുക്കള പണി അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് മറിയം പോയി കർത്താവിന്റെ പാദാത്യത്തിരുന്ന് വചനം കേൾക്കാൻ തുടങ്ങി. മറിയം മർത്തായാകട്ടെ അടുക്കളയിൽ കിടന്ന പാത്രത്തിന് ഉണ്ടപ്പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവ് അതിനെക്കുറിച്ച് മറിയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മർത്തയ്ക്ക് ഒരു ചെറിയ തിരുത്തരവ് എടുത്തുകൊണ്ട് കർത്താവ് പറയുന്ന വചനഭാഗമാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മറിയം കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദാത്യത്തിലിരുന്നു. മർത്തായയുടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷക്കായി എൻ്റെ സഹോദരനെ തനിയെ വിട്ടിരിക്കുന്ന ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉൾക്കൊണ്ടാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് ഒരുപാട് ബഹുകാര്യ വ്യഗ്രതകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നല്ല ഭാഗം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ പ്രാർത്ഥനാ ജീവിതം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ ധ്യാനത്തിന് പോകാനുള്ള ആഗ്രഹങ്ങൾ, നിനക്ക് ഒറ്റയ്ക്ക് കൊന്തയല്ലാനും ഒറ്റയ്ക്ക് വചനം പഠിക്കാനും യേശുവിനോട് സംസാരിക്കാനുള്ള സമയം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതൽ ദൈവഭക്തി പരിശീലിപ്പിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം ഈ വ്യഗ്രത കവർന്നെടുക്കും. നിന്റെ ജീവിതത്തിന്റെ സമയം മുഴുവൻ ഈ വ്യഗ്രത കവർന്നെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം, ശരിക്കും പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഒരു സംഗതി വരാം. ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും പ്ലാനിങ് ആണ്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും ആലോചനയാണ്, ദൈവത്തോട് സംസാരിക്കുന്ന കാര്യത്തിൽ പോലും നാളത്തെക്കുറിച്ചുള്ള പ്ലാനിങ് ആണ് നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, എടപ്പള്ളി ഒരു പെരുന്നാൾ നടക്കുമ്പോൾ, ഒരു തിരുനാൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷ ഒരാഴ്ച നല്ല ധ്യാനം നടക്കുമ്പോൾ ആ കൺവെൻഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരൊക്കെ പറയുന്നത് വ്യഗ്രത പിടിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. സ്വസ്ഥമായിരിക്കാനോ വചനം കേൾക്കാനോ ഒന്നിനും പറ്റാത്ത വിധം. നിന്റെ ജീവിതത്തിന്റെ വ്യഗ്രതകൾ, പ്രിയപ്പെട്ട ഈ വ്യഗ്രതകൾ ഒഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ അഭിഷേകവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുള്ളൂ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ തിരുലിഖിതങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിൽ വ്യഗ്രതകൾ ഒഴിഞ്ഞു പോയെങ്കിൽ മാത്രമേ ജ്ഞാനം നിറയുള്ളൂ. ജ്ഞാനം നിറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കണം, നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം, നിന്റെ ജോലി നീ ഒന്നാമനാകണം, നിന്റെ കുടുംബം നന്നായിട്ട് മാനേജ് ചെയ്യണം, നിന്റെ ഇടവ നന്നായിട്ട് ഭരിക്കണം, ഈ കമ്മ്യൂണിറ്റി നന്നായിട്ട് കൊണ്ടുപോകണം, നിന്റെ ധ്യാന കേന്ദ്രം നന്നായി കൊണ്ടുപോകണം, നിന്റെ ശുശ്രൂഷ ജീവൻ നന്നായിട്ട് കൊണ്ടുപോകണം, നിന്റെ ശുശ്രൂഷയെ കൂട്ടിച്ചേർത്ത് പിടിച്ചെടുക്കണം. നിനക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെന്നെങ്കിൽ നിനക്കൊരു സംഗതി വേണം. അതിനെ വിളിക്കുന്ന പേരാണ് ജ്ഞാനം.
ഈ ജ്ഞാനം നിറയണമെങ്കിലും അതിനെ പഠിപ്പിക്കാണ് വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ആത്മാവിലേക്ക് ജ്ഞാനം നിറയുള്ളൂ. എന്നിട്ട് ലിസ്റ്റിട്ട് കുറെ അധികം കാര്യങ്ങൾ പ്രഭാഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്: കലപ്പ പിടിക്കുകയും ചാട്ടിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളുകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഒഴിവ് ചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവരുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന പോലും. അതാണ് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും പ്ലാനിങ് ആണ്, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പോലും ചിന്തയാണ്. പ്രിയപ്പെട്ട മകനെ മകളെ വചനം പഠിപ്പിക്കുകയാണ്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ നിനക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് ചില വചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 13-ാം 22-ാമത്തെ അധ്യായത്തിൽ വിത്ത് വിതച്ചത് പല സ്ഥലത്ത് വീഴുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പാറപ്പുറത്ത് കുറച്ച് വിത്തുകൾ വീണു, മുൾച്ചെടികൾ കുറച്ച് വിത്തുകൾ വീണു, നല്ല നിലത്ത് കുറച്ച് വിത്തുകൾ വീണു. മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് വചനം വെളിപ്പെടുത്തുകയാണ്. ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുന്നു, അത് ഫലശൂന്യമായി തീരുന്നു. ഇതാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ആത്മീയ കാര്യങ്ങളെ, ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെ, ഞായറാഴ്ച ലഭിക്കുന്ന പ്രസംഗങ്ങളെ, ശാലോമിൽ കിട്ടുന്ന ശുശ്രൂഷകളെ, അങ്ങനെ അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഓരോ ചാനലുകളിൽ കിട്ടുന്ന ശുശ്രൂഷകളെ, മാറാനത്ത് കിട്ടുന്ന ശുശ്രൂഷകളെ, ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിനെ ബാക്കി പുറമേ എന്ന് പറയുന്ന ഒരുപാട് സംഗതികൾ ഞെരുക്കിക്കളയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതി വേണം. യേശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുലിഖിതം, അവിടെ വചനം വെളിപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാണ്? സ്വസ്ഥതയും ആശ്രയവുമാണ് നിങ്ങളുടെ ബലം. അതുകൊണ്ട് വ്യഗ്രതകൾ മാറി കർത്താവിനെ സ്വസ്ഥമായി ഇരുന്ന് അവിടുത്തെ ആശ്രയിക്കുന്നതാണ് നിന്റെ ബലം എന്ന് പറയണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദാസന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതകള്, 100 കാര്യങ്ങൾ, ബഹുകാര്യ വ്യഗ്രത ജീവിതം മാറ്റി ദൈവത്തിന്റെ ജ്ഞാനം നിറഞ്ഞ് ഒരു കൃപയുടെ പൈതലാകാൻ കർത്താവ് നിനക്ക് സ്വസ്ഥത നൽകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ തുറന്ന് പിടിച്ച് കർത്താവെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തുറന്ന ഒരുപാട് തരം പല വിചാര ചിന്തകൾ, പല വിചാര പീഡ, ജീവിത വ്യഗ്രത, ബഹുകാര്യ വ്യഗ്രത, ദൈവമേ ഇതുപോലെ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി കടന്നു വരുന്ന സംഗതികളെ വേര് പറിച്ച് മാറ്റുന്ന വലിയൊരു അഗ്നി കൃപയും ഞങ്ങളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ വചനശുശ്രൂഷ സംബന്ധിച്ച് ഓരോ ദാസന്മാരുടെ മേലും വലിയ സ്വസ്ഥതയും വലിയ സമാധാനവും വലിയ ശാന്തതയും കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്വസ്ഥരാകാതെ ഹൃദയത്തിൽ സമാധാനം സ്വസ്ഥമായിരിക്കും ഓരോ ദാസന്മാരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 യേശുവ ആരാധന, 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 യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യഗ്രതയെ സ്വസ്ഥത കൊണ്ട് കീഴ്പ്പെടുത്തുക. ജീവജലം ഗീതം ഒന്നായി പാടിടാം, ശ്രീയേശുനാഥനെ വാഴ്ത്താം. അൾത്താരയിൽ സ്നേഹകോദാശയിൽ വാഴുന്ന നാഥനെ വാഴ്ത്താം. അൾത്താരയിൽ സ്നേഹകോദാശയിൽ വാഴുന്ന നാഥനെ വാഴ്ത്താം.
എല്ലാത്തിൻ്റെ മേലെ ആധിപത്യമുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നിരന്തരമായി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ആധിപത്യങ്ങളും തകരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുഖലോലപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി, ബഹുകാര്യ വ്യഗ്രത, ഇതുപോലെയുള്ള ഓരോ തരത്തിലുള്ള പീഡക ശക്തികളെയും കെട്ടുകൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 26:13, നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഏഷ്യ 43:6, വടക്കിനോട് വിട്ടുകൊടുക്കുന്ന തെക്കിനോട് തടയരുന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. അടിമത്തത്തിൽ കടന്നിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവർ അടിമത്തം അവർക്ക് മോചനം കിട്ടണം. നീ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നിന്നെ തടസ്സപ്പെടുന്ന അടിമത്തങ്ങളെ കർത്താവ് ഇപ്പോൾ വിട്ടുവയ്ക്കുന്ന സമയമാണ്. 2 കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തി പിടിച്ച് ഒരുമിച്ച് ഉറക്ക സ്തുതിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, ജീവിത വ്യഗ്രത, ബഹുകാര്യ വ്യഗ്രത, പ്രാർത്ഥന തടസ്സങ്ങൾ, പലവിചാര പീഡകൾ, ദുർദർശനങ്ങൾ, ഇവരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിട്ടൊഴിഞ്ഞ് നിത്യനിബന്ധിക്കപ്പെട്ട് അന്ധകാര പീഡകൾ, പൈശാചിക പീഡകൾ, രോഗപീഡകൾ, ശല്യങ്ങൾ, പാദങ്ങൾ, ഭൂതങ്ങൾ, ദൈവത്തിൽ നിന്ന് ദൈവാരാധന കുടുംബങ്ങൾ ആറ്റുന്ന അന്ധകാര പീഡകൾ ഇപ്പോൾ വിട്ടൊഴിയട്ടെ. ആരാധന ആരാധന രോഗപീഡകളെ ശാസിക്കുന്നു, പൈശാചിക പീഡകൾ ബന്ധിക്കുന്നു, തടസ്സങ്ങളെ അഴിക്കുന്നു. ജീവിത വ്യഗ്രത, ബഹുകാര്യ വ്യഗ്രത, ഉത്കണ്ഠ, ആകുലത കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് വിട്ടൊഴിയട്ടെ. ആരാധന 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 യേശുവേ ആരാധന. ജീവജലം വചനം ധാരധാരയായി ഒഴുകും ധന്യമാം നിമിഷം. ഹൃദയം ദീപ്തമാക്കിടാം തിരുവചനം ഉൾക്കൊണ്ടിടാൻ ആകാശമണ്ഡലം